ഈ പ്രോഡക്റ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. ലോകത്തിലുള്ള എല്ലാ സെയിൽസ്മാൻമാരും ഭയപ്പെടുന്ന ഒരു ചോദ്യമാണ്, യുവർ പ്രോഡക്റ്റ് ഈസ് എക്സ്പെൻസീവ്, നിങ്ങളുടെ പ്രോഡക്റ്റ് വലിയ എക്സ്പെൻസീവ് ആണല്ലോ എന്ന സ്റ്റേറ്റ്മെന്റ് കസ്റ്റമർ പറയുമ്പോൾ പലപ്പോഴും സെയിൽസ്മാൻമാർ സ്റ്റക്കായി പോവാറുണ്ട്. എന്ത് ചെയ്യും? കസ്റ്റമർ പ്രോഡക്റ്റ് ഈസ് എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പ്രോഡക്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പറയുമ്പോൾ ഉടനെ തിരിച്ചു ചോദിക്കേണ്ടത്, സാർ ഏത് പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് സാറിന് തോന്നിയത്? 80% കസ്റ്റമേഴ്സും നിങ്ങളുടെ പ്രോഡക്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പറയാനുള്ള കാരണം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കില്ല. വളരെ ഇമോഷണൽ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ഈ പ്രൈസ് കൂടുതലാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് റെസ്പോൺസ് ആണ്. ഈ റിയാക്റ്റീവ് റെസ്പോൺസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇനി അഥവാ കസ്റ്റമർ ഒരു പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞാൽ, ഇവിടെയാണ് നിങ്ങളുടെ യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ, നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള എന്ത് സെല്ലിംഗ് പോയിന്റ് ആണ് മാർക്കറ്റിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. ഈ പോയിന്റ് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കോൺവെർസേഷണൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു? പ്രൈസ് പറയുന്ന, പ്രൈസിൽ കൺഫ്യൂസ്ഡ് ആയി പ്രൈസിൽ സ്റ്റക്ക് ആയിരിക്കുന്ന ഒരു കസ്റ്റമറിനെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? പ്രൈസിൽ നിന്നും അയാളുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയും നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് എന്ത് ഡിഫറൻസ് ആണ് നമ്മുടെ കസ്റ്റമറിന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന വിഷയത്തെ വ്യക്തമായി ചിന്തിപ്പിക്കാൻ സാധിച്ചാൽ പ്രൈസ് ഒബ്ജക്റ്റീവ്സ്, പ്രൈസ് നെഗോഷിയേഷൻസ്, പ്രൈസ് ചലഞ്ചസ് ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും.